സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ പുതിയ INS മഹേന്ദ്രഗിരിയാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫ്രിഗേറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ യുദ്ധക്കപ്പലിനെ കുറിച്ചല്ല, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ സമുദ്ര വേട്ടക്കാരനെ കുറിച്ചാണ്. പേര് INS മഹേന്ദ്രഗിരി F-38, ക്ലാസ് പ്രൊജക്ട് 17A നീൽഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്. സ്വഭാവം ശാന്തമായിട്ട് കടലിലൂടെ നീങ്ങും, പക്ഷേ യുദ്ധം വന്നാൽ ശത്രുവിന് മറുപടി നൽകുന്നത് അതിവേഗത്തിലും അതിശക്തമായിട്ടുമായിരിക്കും. ഇന്ത്യൻ നാവികസേന ഈ വരുന്ന ജൂലൈ 11 വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന മഹേന്ദ്രഗിരി പ്രൊജക്ട് 17Aയിലെ 7 ഇൻഡിജിനസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റിലെ 6ാമത്തേതാണ്. ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. മഹേന്ദ്രഗിരിയെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫ്രിഗേറ്റ് എന്ന് വിളിക്കാമോ? ഒരു ഡിഫൻസ് അനലിസ്റ്റ് എന്ന നിലയിൽ വളരെ വ്യക്തമായിട്ട് പറയാം, ഇതൊരു ഒഫീഷ്യൽ ഗ്ലോബൽ റാങ്കിംഗ് അല്ല. പക്ഷേ അതിശക്തമായ പ്രഹരശേഷി, ഡിസ്ട്രോയർ ലെവലിലുള്ള റഡാർ, ലെയേർഡ് എയർ ഡിഫൻസ്, ആന്റി സബ്മറീൻ കേപ്പബിലിറ്റി, സ്റ്റെൽത്ത് ഡിസൈൻ, ഇൻഡിജിനസ് കോമ്പാറ്റ് ഇൻ്റഗ്രേഷൻ, ഈ മാനദണ്ഡങ്ങളിൽ നോക്കിയാൽ മഹേന്ദ്രഗിരിയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫ്രിഗേറ്റുകളിൽ ഒന്നായിട്ട് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഏറ്റവും മാരകമായ ഫ്രിഗേറ്റ് എന്ന നിലയിലും അവതരിപ്പിക്കാം. എന്തുകൊണ്ട്? അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വിഷയം. സുഹൃത്തുക്കളെ നമസ്കാരം, രഘുനാഥ് ചൈതന്യ ഡിഫൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഒരു ചോദ്യം, ഈ ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം പലർക്കും ഡിസ്ട്രോയർ, ഫ്രിഗേറ്റ്, കോർവെറ്റ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം കൺഫ്യൂഷൻ ആകാറുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഡിസ്ട്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് വലിപ്പം കൂടുതലുള്ള, മിസൈൽ കപ്പാസിറ്റി കൂടുതലുള്ള ഫ്ലീറ്റ് എയർ ഡിഫൻസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്ലാറ്റ്ഫോമാണ്. കോർവെറ്റ് എന്ന് പറയുന്നത് ചെറുതാണ്, കോസ്റ്റൽ മിഷൻസിനും സ്പെസിഫിക് റോൾസിനും അനുയോജ്യമായിട്ടുള്ളത്. ഫ്രിഗേറ്റ് ഇവരുടെ ഇടയിലാണ്, ചടുലതയുടെയും ശക്തിയുടെയും ഒരു തികഞ്ഞ കോമ്പിനേഷൻ. മഹേന്ദ്രഗിരിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഏകദേശം 6600 മുതൽ 6700 ടൺ ആണ്. അതായത് പേരിൽ ഫ്രിഗേറ്റ് ആണെങ്കിലും വലിപ്പത്തിലും കൊമ്പാറ്റ് പാക്കേജിലും ഇത് പല രാജ്യങ്ങളുടെയും ഡിസ്ട്രോയർ ലെവൽ മിഷൻസ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വാർഷിപ്പാണ്. അടുത്ത കാലത്തായിട്ട് ജപ്പാന്റെ പ്രശസ്തമായ മൊഗാമി ക്ലാസ് ഫ്രിഗേറ്റുകളുടെ ഡിസൈൻ പങ്കുവയ്ക്കാനും സംയുക്തമായിട്ട് വികസിപ്പിക്കാനുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സാങ്കേതികവിദ്യയിലും ഓട്ടോമേഷനിലും മെഗാമി ക്ലാസ് ഏറെ മുന്നിലാണെന്നുള്ളത് ശരിയാണ്. എന്നാൽ ശുദ്ധമായ പ്രഹരശേഷിയുടെ കാര്യമെടുത്താൽ ഇന്ത്യയുടെ പ്രൊജക്ട് 17A ഫ്രിഗേറ്റുകൾ ലോകത്തിലെ മറ്റേത് ഫ്രിഗേറ്റുകളെക്കാളും ഏറെ മുമ്പിലാണ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ഒന്നാമതായിട്ട് ബ്രഹ്മോസ് മിസൈലുകൾ. ലോകത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും വേഗതയേറിയ, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസിന്റെ 8 ലോഞ്ചറുകളാണ് ഈ ഫ്രിഗേറ്റിലുള്ളത്. സാധാരണയായിട്ട് ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകളിൽ കാണുന്ന ഈ ശേഷി ഒരു ഫ്രിഗേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതാണ് ഇതിനെ ഏറ്റവും പവർഫുൾ ആക്കുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തേത് ഇതിന്റെ റഡാർ ശേഷിയാണ്. ഇസ്രായേൽ തങ്ങളുടെ സ്വന്തം ഫ്രിഗേറ്റുകളിൽ ഇതിന്റെ ചെറിയ പതിപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യ മഹേന്ദ്രഗിരിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകളിൽ ഉപയോഗിക്കുന്ന വലിപ്പമേറിയ MF സ്റ്റാർ എയ്സ റഡാറാണ്. ഇത് കപ്പലിന് 450 മുതൽ 500 കിലോമീറ്റർ വരെയുള്ള ഭീമാകാരമായ കവറേജ് നൽകും. ഒരേ സമയം മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ ട്രാക്ക് ചെയ്യാനും മിസൈൽ ഗൈഡൻസിനെ സപ്പോർട്ട് ചെയ്യാനും ഒരു എയർ സർഫസിന്റെ പിക്ചർ ബിൽഡ് ചെയ്യാനും ഇതിന് കഴിയും. വ്യോമ പ്രതിരോധത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, വ്യോമാക്രമണങ്ങളിൽ നിന്നും മിസൈലുകളിൽ നിന്നും കപ്പലിനെ സംരക്ഷിക്കാനായിട്ട് 100 കിലോമീറ്ററിലധികം പരിധിയുള്ള ബാരാക്ക് 8 സർഫസ് ടു എയർ മിസൈൽ സംവിധാനവും ഇതിലുണ്ട്. ഒരു സർഫേസ് ഷിപ്പിനെ റഡാർ കൊണ്ട് കാണാം, എയർക്രാഫ്റ്റിനെയും റഡാർ കൊണ്ട് കാണാം. പക്ഷേ സബ്മറീനെ കണ്ടെത്താനായിട്ട് സോണാർ, അക്വസ്റ്റിക് ഇന്റലിജൻസ്, ഹെലികോപ്റ്റർ ഡിപ്പിംഗ് സോണാർ, ടോർപിഡോസ്, ആന്റി സബ്മറീൻ റോക്കറ്റുകൾ, മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം. മഹേന്ദ്രഗിരി പോലെയുള്ള ഫ്രിഗേറ്റ്സ് അതിനാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹൾ മൗണ്ടഡ് സോണാർ, ആന്റി സബ്മറീൻ ടോർപിഡോസ്, RBU 6000 ആന്റി സബ്മറീൻ റോക്കറ്റ് ലോഞ്ചറുകൾ, ഹെലികോപ്റ്റർ ഓപ്പറേറ്റിംഗ് കേപ്പബിലിറ്റി, ടോർപിഡോ കൗണ്ടർ മെഷർ സിസ്റ്റംസ് എല്ലാം ചേർന്ന് ഒരു ലെയർഡ് ആന്റി സബ്മറീൻ വാർഫെയർ കേപ്പബിലിറ്റി നൽകുന്നുണ്ട്. നാവിക യുദ്ധങ്ങളിൽ ഒളിഞ്ഞിരിക്കാനുള്ള ശേഷി അഥവാ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി നിർണായകമാണ്. മുൻ തലമുറയിലെ പ്രൊജക്ട് 17 ശിവാലി ക്ലാസ് കപ്പലുകളെ അപേക്ഷിച്ച് മഹേന്ദ്രഗിരിയിൽ സ്റ്റെൽത്ത് ഫീച്ചറുകൾ വൻതോതിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഷിപ്പിലെ സ്റ്റെൽത്ത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് ഈ ഷിപ്പിനെ സമ്പൂർണ്ണമായിട്ടും അദൃശ്യമാക്കുന്ന ടെക്നോളജിയല്ല. ഷിപ്പിനെ ഏറ്റവും ചെറുതായിട്ട് ഒരു സാധാരണ ബോട്ടിന്റെ സൈസിലോ ഒക്കെ ആയിട്ട് കാണിച്ച്
ഈ ഷിപ്പിനെ ശത്രുക്കൾ കണ്ടെത്തുന്നത് എത്രയും ലേറ്റ് ആക്കാമോ അത്രയും ലേറ്റ് ആക്കാനുള്ള കേപ്പബിലിറ്റിയാണ് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹേന്ദ്രഗിരിയിൽ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്ന ആംഗിൾഡ് സർഫസുകൾ, ക്ലീനർ സൂപ്പർ സ്ട്രക്ചർ, അദൃശ്യമായ വെപ്പൺ ലേഔട്ട്, കുറഞ്ഞ വിഷ്വൽ ക്ലട്ടർ തുടങ്ങിയ ഡിസൈൻ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. ഇനി ഇൻഫ്രാറെഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാലോ, കപ്പലിന്റെ താപനില പുറത്തു വിടാതിരിക്കാനായിട്ട്, അതായത് ഇതിന്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എക്സോസ്റ്റുകളിൽ വെഞ്ചുറി ഇഫക്റ്റ് ഉപയോഗിച്ച് ചൂട് കുറയ്ക്കുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സോണാർ ഉപയോഗിച്ച് ഇതിനെ കണ്ടുപിടിക്കുന്നത് ദുഷ്കരമാക്കാൻ വേണ്ടിയിട്ട് കടലിന്റെ അടിയിലെ ശബ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പ്രൊപ്പല്ലറുകളുമാണ് ഇതിലുള്ളത്. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് വാർഫെയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ DRDO വികസിപ്പിച്ച ശക്തി ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കപ്പലിന് മികച്ച ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ ശേഷിയും നൽകും. വായുവിൽ കൂടെ വരുന്ന മിസൈലുകൾ മാത്രമല്ല, കടലിൽ കൂടെ വരുന്ന ടോർപിഡോകളും കപ്പലിനൊരു വെല്ലുവിളിയാണ്. ഇനി നമുക്കിതിന്റെ ടോർപിഡോ പ്രതിരോധത്തിലേക്ക് വരാം. അന്തർവാഹിനികളുടെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 2 ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകൾ വിക്ഷേപിക്കാവുന്ന 2 ട്രിപ്പിൾ ട്യൂബ് ലോഞ്ചറുകളും ശത്രു ടോർപിഡോകളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് മാരീജ് കൗണ്ടർ മെഷർ സംവിധാനവും 4 കവച് ഡീകോയ് ലോഞ്ചറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിന്റെ പ്രൊപ്പൽഷൻ, അതിന്റെ എഞ്ചിൻ. മഹേന്ദ്രഗിരിയിൽ 2 ജനറൽ ഇലക്ട്രിക്കിന്റെ LM2500 ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളും 2 മാൻ ഡീസൽ എഞ്ചിനുകളുമാണ് ഉള്ളത്. ജപ്പാന്റെ മൊഗാമിയിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരൊറ്റ റോൾസ് റോയ്സ് എഞ്ചിൻ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ മഹേന്ദ്രഗിരിയിൽ കൂടുതൽ ജീവനക്കാർ ആവശ്യമാണെന്നുണ്ടെങ്കിലും അത് നൽകുന്ന പവർ കപ്പലിന്റെ വമ്പൻ ഫയർ പവറിനെ താങ്ങാൻ അത്യന്താപേക്ഷിതമാണ്. ഭാവിയിൽ ഈ കപ്പലുകൾ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ലേസർ അധിഷ്ഠിത ആയുധങ്ങളും പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ഇന്ത്യ ഇതിനകം ഗവേഷണം തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ അടുത്ത തലമുറ പ്രൊജക്ട് 17 ബ്രാവോ കപ്പലുകളിലേക്ക് കടക്കുമ്പോൾ ജപ്പാനുമായിട്ട് നമ്മൾ സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന സംയോജിത യൂണിക്കോൺ മാസ്റ്റ് കൂടി വരുന്നതോടെ ഇതിന്റെ സ്റ്റെൽത്ത് ശേഷി ഇനിയും വർദ്ധിക്കും. പക്ഷേ റോ ഫയർ പവറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മഹേന്ദ്രഗിരിയുടെ ആർഗ്യുമെന്റ് വളരെ ശക്തമാണ്. മൊഗാമി കോമ്പാക്റ്റ് ആണ്, ഓട്ടോമേറ്റഡ് ആണ്, എഫിഷ്യന്റ് ഫ്രിഗേറ്റ് ആണ്. പക്ഷേ മഹേന്ദ്രഗിരി ഒരു ഹെവി പഞ്ചുള്ള മൾട്ടി റോൾ കോമ്പാക്ട് ഫ്രിഗേറ്റ് ആണ്. മൊഗാമിയുടെ സ്ട്രെങ്ത് ഓട്ടോമേഷൻ ആണെന്നുണ്ടെങ്കിൽ മഹേന്ദ്രഗിരിയുടെ സ്ട്രെങ്ത് മിസൈൽ പവർ പ്ലസ് എയർ ഡിഫൻസ് പ്ലസ് ആന്റി സബ്മറീൻ വാർഫെയർ ബാലൻസ് പ്ലസ് ഇന്ത്യൻ ഓഷൻ പവർ പ്രൊജക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫ്രിഗേറ്റ് എന്നത് മിഷൻ അനുസരിച്ചിട്ട് മാറും. ക്രൂ എഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ മൊഗാമി മുന്നിലായേക്കാം, സ്റ്റെൽത്ത് എഫിഷ്യൻസി നോക്കിയാലും മൊഗാമി മുന്നിലായേക്കാം, ലോങ് റേഞ്ച് ഡിപ്ലോയ്മെന്റ് എൻഡ്യൂറൻസ് നോക്കിക്കഴിഞ്ഞാൽ ചില യൂറോപ്യൻ ഫ്രിഗേറ്റ്സ് ഇതിനേക്കാളും മുന്നിലായേക്കാം. അതുപോലെ എയർ ഡിഫൻസ് സ്പെഷ്യലൈസേഷൻ നോക്കിയാൽ ചില AAW ഫ്രിഗേറ്റ്സും മുന്നിലായേക്കാം. പക്ഷേ ഒരു ഫ്രിഗേറ്റിലെ ബ്രഹ്മോസിന്റെ സ്ട്രൈക്ക് പവറും ബാരാക്കൈറ്റിന്റെ ഷീൽഡും MF സ്റ്റാർ റഡാറും ASW പാക്കേജും സ്റ്റെൽത്ത് ഡിസൈനും ഇന്ത്യൻ നെറ്റ്വർക്ക് ഇന്റഗ്രേഷനും എല്ലാം കൂടെ വരുമ്പോൾ ഈ കോമ്പിനേഷൻ വെച്ചിട്ട് മഹേന്ദ്രഗിരിയുടെ ക്ലെയിം വളരെ ശക്തമാണ്. അപ്പം നമുക്ക് ടൈറ്റിൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. മഹേന്ദ്രഗിരി ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫ്രിഗേറ്റ് ആണോ? ഇതിന് ഞാൻ നൽകുന്ന എക്സ്പേർട്ട് ആൻസർ ഇതാണ്: ഒറ്റ മെറിറ്റ് നോക്കിയാൽ അല്ല. കാരണം എല്ലാ മിഷൻ പ്രൊഫൈലിലും ഒരേ സമയം 1ാം സ്ഥാനത്ത് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ കോമ്പാറ്റ് ബാലൻസ് നോക്കിയാൽ, അതായത് സ്ട്രൈക്ക് പവർ, എയർ ഡിഫൻസ്, ആന്റി സബ്മറീൻ വാർഫെയർ, സ്റ്റെൽത്ത് കേപ്പബിലിറ്റി, ഇലക്ട്രോണിക് വാർഫെയർ, സെൻസേഴ്സ്, സർവൈവബിലിറ്റി, ഇൻഡിജിനസ് ഇന്റഗ്രേഷൻ, ഇതെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ മഹേന്ദ്രഗിരി ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ഫോർമിഡബിൾ ആയിട്ടുള്ള ഫ്രിഗേറ്റ്സിൽ ഒന്നാണ്. പ്രത്യേകിച്ചും ഒഫൻസീവ് പഞ്ച് നോക്കിയാൽ 8 ബ്രഹ്മോസ് ഉള്ള ഒരു സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് എനിമി സർഫേസ് ഫ്ലീറ്റിന് നേരെ സൃഷ്ടിക്കുന്ന ഡിറ്ററൻസ് വളരെ വലുതാണ്. എയർ ഡിഫൻസ് നോക്കിയാൽ ബാരക്കൈറ്റ് MR SAM സിസ്റ്റം ഒരു സ്ട്രോങ് പ്രൊട്ടക്റ്റീവ് ബബിൾ നൽകുന്നുണ്ട്. സെൻസറുകൾ നോക്കിയാൽ MF സ്റ്റാർ പോലെയുള്ള ESA റഡാർ ഡിസ്ട്രോയർ ഗ്രേഡ് സിറ്റുവേഷണൽ അവയർനെസ് ആണ് നൽകുന്നത്. ആന്റി സബ്മറീൻ വാർഫെയർ നോക്കിയാൽ ടോർപിഡോകൾ, റോക്കറ്റുകൾ, സോണാറുകൾ, ഹെലികോപ്റ്റർ കേപ്പബിലിറ്റി, ഇതെല്ലാം ഒരു സബ്മറീൻ ത്രെറ്റിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പ്രാപ്തമാണ്. ഇലക്ട്രോണിക് വാർഫെയർ നോക്കിയാൽ ശക്തി പോലെയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റ് മോഡേൺ മിസൈൽ റഡാർ ബാറ്റിൽ ഫീൽഡിൽ ഇതിന്റെ സർവൈവബിലിറ്റി വളരെയധികം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ മഹേന്ദ്രഗിരിയെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫ്രിഗേറ്റ് എന്ന് ഹെഡ്ലൈനിൽ വിളിക്കുന്നത് സെൻസേഷണൽ ആയിരിക്കും.
പക്ഷേ അതിൻ്റെ പിന്നിൽ സബ്സ്റ്റൻസ് ഉണ്ട്. അത് വെറും യൂട്യൂബ് ഹൈപ്പല്ല, അതിൻ്റെ പിന്നിൽ റിയൽ കോമ്പാറ്റ് ലോജിക് ഉണ്ട്. പ്രതിസന്ധികളിൽ പതറാത്ത ബുദ്ധിയോടെ പോരാടാൻ നാവികസേനയെ പഠിപ്പിക്കുന്ന ഇതിൻ്റെ ആപ്തവാക്യം പോലെ തന്നെ ഏത് യുദ്ധത്തിലും ഇന്ത്യക്ക് വിജയം ഉറപ്പാക്കാനായിട്ട് ഈ വൻ കപ്പലിന് സാധിക്കും. ഈ തന്ത്രപരമായ യുദ്ധക്കപ്പലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ പ്രതിരോധ വിശകലനങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.